ഞീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണത്തിലുള്ള നിർമ്മാണ അപാകതകൾക്ക് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദികളല്ല എന്ന വിശദീകരണവുമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ. MLA ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ വിഷയം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി BJPയും UDFും നടത്തുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MLA ഫണ്ടായി ലഭിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച ഞീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണ അപാകതകൾക്കും തകർച്ചയ്ക്കും പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദികളല്ല എന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ഞങ്ങൾ ഏകീകൃതമായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ തകർച്ച ഉണ്ടായി അന്നേരം തന്നെ നമ്മൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി തിങ്കളാഴ്ച കമ്മിറ്റി ഇടുകയും ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമുക്കിതിലുണ്ടായ വീഴ്ചകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ അവിടെ കമ്മിറ്റി തീരുമാനപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAയ്ക്കും ജില്ലാ കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിലെ AEക്ക് അതുപോലെ തന്നെ JD ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ ഇതിൻ്റെ എന്താണ് ഇതിലുണ്ടായ കാരണം എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ പ്രമേയം പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. LSGD എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ സീലിംഗ് അടക്കമുള്ള നിർമ്മാണങ്ങൾ കഴിഞ്ഞ 17, 20 തീയതികളിലായി മഴയത്ത് തകർന്നു വീണ സംഭവത്തെ രാഷ്ട്രീയമായി കണ്ട് വിമർശിക്കുന്നത് ശരിയല്ലെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി BJPയും UDFും നടത്തുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്ന ഇത് പോയി നോക്കി നിന്നിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കനത്ത മഴയിൽ വെള്ളം താങ്ങാൻ ഉള്ള ഒരു ശേഷി ഇല്ലാതെ വന്നതാണ് തീർച്ചയായിട്ടും ഇത് മറിഞ്ഞു വീഴാനുണ്ടായ കാരണം. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ കുറ്റപ്പെടുത്തുന്നത് പോലെ പഞ്ചായത്ത് അത് ഇനി യാതൊരു ബന്ധവുമില്ല ഇക്കാര്യത്തിൽ. കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ്, വൈസ് പ്രസിഡന്റ് KP ദേവദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് പനയ്ക്കൽ, ജോമോൻ മറ്റം, PR സുഷമ, ലില്ലി മാത്യു, ബീന ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,